ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ട് തരം സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചു. ഒന്ന് കോൺകേവ് മിററും മറ്റൊന്ന് കോൺവെക്സ് മിററും. അതേപോലെ സ്ഫെറിക്കൽ മിറേഴ്സുമായി ബന്ധപ്പെട്ട് ചില ടേംസും പഠിച്ചു. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ, അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസ്, പിന്നെ എന്താണ് പോള്, റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് രൂപപ്പെടുത്തുന്ന ഇമേജസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രതിബിംബങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ റേ ഡയഗ്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ സ്ഫെറിക്കൽ മിറേഴ്സിൽ കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ആൻഡ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റിഫ്ലക്റ്റഡ് റേ വരയ്ക്കേണ്ടത് എന്നാണ് ആദ്യം നോക്കുന്നത്. അതായത് മിററിലേക്ക് വരുന്ന ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേ ഓഫ് ലൈറ്റ് അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും റിഫ്ലക്ഷൻ സംഭവിക്കുക? ഇവിടെ നോക്കിക്കേ, ആദ്യം കൊടുത്തിരിക്കുന്നത് കോൺകേവ് മിററാണ്, രണ്ടാമത്തേത് കോൺവെക്സ് മിററാണ്. സോ റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺകേവ് മിററിൽ ഇങ്ങനെ കേർവ്ഡ് ഇൻവേർഡ്സ് ആണ് അല്ലേ. അതേപോലെ റിഫ്ലക്റ്റിംഗ് സർഫസ് കോൺവെക്സ് മിററിൽ കേർവ്ഡ് ഔട്ട്വേർഡ് ആണ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ രണ്ട് മിറേഴ്സ് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഒരു ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ആഫ്റ്റർ റിഫ്ലക്ഷൻ കോൺകേവ് മിററിലാണെങ്കിൽ ഇറ്റ് പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം കോൺകേവ് മിററിൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൺവെക്സ് മിററിൽ എങ്ങനെയായിരിക്കും? കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ അല്ല അല്ലേ, അത് വെർച്വൽ ആണ്, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഫോക്കസ് അല്ല, നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫോക്കസ് ആണ്. സോ കോൺവെക്സ് മിററിലാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നതായി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒബ്ജക്റ്റിൽ നിന്നും വരുന്ന ഒരു ലൈറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നതായി നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. സോ ഒന്നും കൂടി ജസ്റ്റ് ക്ലിയർ ആയിട്ട് റേ ഡയഗ്രാം വരച്ച് കാണിക്കാം. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ്, അതായത് ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും കോൺകേവ് മിററിൽ. കോൺവെക്സ് മിററിൽ എങ്ങനെയായിരിക്കും? അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നതായി നമുക്ക് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നത് പോലെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇവിടെ ഏത് കണ്ടീഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ എങ്ങനെയാണ്? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഈ കാണുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഇൻസിഡൻറ്റ് റേ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് റേ ഡയഗ്രാം വരച്ച് എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ എന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ മിറർ. ഇത് കോൺകേവ് മിറർ ആണ്. സോ കോൺകേവ് മിററിൻ്റെ കേസിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമ്മൾ പഠിച്ചു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഇൻസിഡൻ്റ് ആകുന്ന ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുമെന്നല്ലേ. സോ ഇവിടെ എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഇൻസിഡൻ്റ് ആകുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ക്ലിയർ ആയല്ലോ?
ഇനി ഇവിടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ആൻഡ് ഡയറക്റ്റഡ് ടു പ്രിൻസിപ്പൽ ഫോക്കസ്. നമുക്കറിയാം കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് റിയൽ അല്ല, അത് വെർച്വൽ ആണ്. സോ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് വരുന്നത് പോലെ തോന്നുന്ന ഇൻസിഡൻറ്റ് റേ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ റിഫ്ലക്ഷൻ അതും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഒരു കേസ് കൂടി മനസ്സിലാക്കി വെക്കാം. അതായത് റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഒബ്ലീക്വലി അറ്റ് പോളിലേക്ക് ഇൻസിഡൻ്റ് ആകുന്ന ഒരു ലൈറ്റ് റേക്ക് റിഫ്ലക്ഷന് ശേഷം എന്ത് സംഭവിക്കും? ഏത് ആംഗിളിലാണോ ഇത് ഇൻസിഡൻ്റ് ആകുന്നത് അതേ ആംഗിളിൽ എന്ത് പറ്റും? റിഫ്ലക്ഷൻ സംഭവിക്കും. ഓക്കെ, നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിരുന്നു അല്ലേ? എല്ലാ കേസസിലും ആ ഒരു ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. പോളിലേക്ക് ഇൻസിഡൻ്റ് ആകുന്ന ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേക്ക് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? ഏത് ആംഗിളിലാണോ അത് ഇൻസിഡൻ്റ് ആയത് ആ സെയിം ആംഗിളിൽ തന്നെ അതിന് തിരിച്ച് റിഫ്ലക്ഷനും സംഭവിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? സെയിം ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസും എപ്പോഴും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഇപ്പം നമ്മൾ 4 കേസസ് പഠിച്ചു അല്ലേ? ആ 4 കേസ് വെച്ച് ഈ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഇഫ് ഇൻസിഡൻറ്റ് റേ ഇസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇൻസിഡൻറ്റ് റേ വരുന്നതെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് എങ്ങനെയായിരിക്കും? ഇറ്റ് പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, കോൺവെക്സ് മിററിൻ്റെ കേസിലോ ഇറ്റ് അപ്പിയേഴ്സ് ടു കം ഫ്രം പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്നതായി തോന്നുന്ന രീതിയിലാണ് അത് റിഫ്ലക്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്താണ്? ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ടു ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കോൺകേവ് മിററിൻ്റെ കേസിൽ റിഫ്ലക്റ്റഡ് റേ എങ്ങനെയായിരിക്കും? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്ന രീതിയിലാണ് റിഫ്ലക്റ്റഡ് റേ പോകുന്നത്. ഓക്കെ, അതേപോലെ കോൺവെക്സ് മിററിൻ്റെ കേസിലാണെങ്കിലും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് തന്നെയാണ് റിഫ്ലക്റ്റഡ് റേ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷൻ എന്താണ്? ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്നത് പോലെ തോന്നുന്ന രീതിയിലുള്ള ഇൻസിഡൻറ്റ് റേ ആണ് വരുന്നതെങ്കിൽ രണ്ട് കേസിലും എന്താ സംഭവിക്കുക? ഏത് പാത്തിലൂടെയാണോ അത് ഇൻസിഡൻ്റ് ആയത് അതേ പാത്തിലൂടെ തന്നെ അത് തിരിച്ചു പോകും. ഓക്കെ, ഏത് പാത്തിലൂടെ വന്നോ ആ സെയിം പാത്തിലൂടെ തന്നെ അത് തിരിച്ച് റിഫ്ലക്റ്റ് ആവും രണ്ട് കേസിലും. ഓക്കെ, ഇനി ലാസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇൻസിഡൻറ്റ് ഒബ്ലീക്ലി അറ്റ് പോൾ, അതായത് പോളിലേക്ക് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡൻ്റ് ആകുന്ന ഇൻസിഡൻറ്റ് റേനെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? രണ്ട് കേസിലും സെയിം രീതിയിൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അതായത് ഏത് ആംഗിളിലാണോ ഇൻസിഡൻ്റ് ആയത് ആ സെയിം ആംഗിളിൽ തന്നെ റിഫ്ലക്ഷനും സംഭവിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഇമേജ് ഫോർമേഷനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് സ്ഫെറിക്കൽ മിറേഴ്സ് എങ്ങനെ പ്രതിബിംബങ്ങൾ രൂപപ്പെടുത്തുന്നു, അതിൻ്റെ പല കണ്ടീഷൻസ്, ഇതൊക്കെയാണ് ഇനി പഠിക്കേണ്ടത്. സോ അതിനായിട്ട് നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കേണ്ടതായിട്ട് വരും. സോ ഈ റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 തരം ഇൻസിഡൻറ്റ് ലൈറ്റ് റേ കൺസിഡർ ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി 4 കണ്ടീഷൻസ് പഠിച്ചു അല്ലേ? അതിലേതെങ്കിലും 2 റേസ് അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, സോ 4 തരം റേസ് ഉണ്ട്. അതേതൊക്കെയാണ്? റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, അതേപോലെ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ്, അടുത്തത് റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ മിറർ ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ, അതേപോലെ ലാസ്റ്റ് വൺ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് അറ്റ് പോൾ മേക്കിംഗ് എ ഡെഫിനിറ്റ് ആംഗിൾ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ 4 കണ്ടീഷൻസ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും 2 റേ നമുക്ക് കൺസിഡർ ചെയ്താൽ തന്നെ ഇമേജ് ഫോർമേഷൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
ഇതിൽ ഒരു 6 കണ്ടീഷൻസ് അല്ലെങ്കിൽ 6 കേസസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് കേസാണ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, അതേപോലെ ആ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായതുകൊണ്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടുള്ള 2 ലൈറ്റ് റേസ് ആണ് നമ്മൾ ഇൻസിഡൻറ്റ് ലൈറ്റ് റേസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റ് റേക്ക് റിഫ്ലക്ഷന് ശേഷം എന്ത് സംഭവിക്കും, അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലേ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള 2 ലൈറ്റ് റേസും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ 2 ലൈറ്റ് റേസും പ്രിൻസിപ്പൽ ഫോക്കസിൽ വെച്ച് കൂട്ടിമുട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും ഇമേജിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇമേജ് ഒരു പോയിന്റ് പോലെയാണ് അവിടെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇമേജിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്, തീരെ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റ് സൈസുള്ള ഇമേജാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണ്, പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. ഇനി ഈ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ മുൻവശത്തല്ലേ. അതുകൊണ്ട് ആ ഇമേജിനെ നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, ഈ ഇമേജ് റിയൽ ആണ് എന്ന് പറയാം. ഇനി ഇമേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മുടെ ഇമേജ് ഇരിക്കുന്നതെങ്കിൽ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനെയായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, തലകുത്തി ഇരിക്കും. അതുപോലെ മറ്റൊരു ഫീച്ചറാണ് ഇമേജ് ഡിമിനിഷ്ഡ് ആണ്, അതായത് തീരെ ചെറുതാണ്, അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻവേർട്ടഡ് ഇമേജ് എങ്ങനെ കിട്ടി, അതേപോലെ റിയൽ ഇമേജ് എങ്ങനെ വന്നു, ഇതൊക്കെ അടുത്ത കേസസിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് റിയൽ ഇമേജ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. സോ അതിനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് കത്തുന്ന ഒരു മെഴുകുതിരിയാണ്. അതേപോലെ മിററിൻ്റെ സ്ഥാനത്ത് ഒരു കോൺകേവ് മിററാണ് ഒരു സ്റ്റാൻഡിൻ്റെ മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ കോൺകേവ് മിററിൻ്റെ മുൻവശത്തായിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ കേസസിലും ഇമേജ് ഫോം ചെയ്യാറ്. സോ കോൺകേവ് മിററിൻ്റെ മുൻവശത്തായിട്ട് നമ്മളൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ സ്ക്രീൻ വെക്കുമ്പോഴേക്കും സ്ക്രീനിൽ നമുക്ക് നമ്മൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ സ്ക്രീനിലൊന്ന് ശ്രദ്ധിച്ചേ, ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്, ഒരു ഇൻവേർട്ടഡ് മെഴുകുതിരിയാണല്ലേ കാണാൻ പറ്റുന്നത്. അതേപോലെ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ സൈസിലാണ് ഈ സ്ക്രീനിൽ ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ആ ഇമേജിനെ നമുക്ക് എന്ത് പറയാം, റിയൽ ഇമേജ് എന്ന് പറയാം. അപ്പോൾ സ്ക്രീനിൽ കിട്ടുന്ന ഇമേജസിനെയാണ് റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോമേഷനിലെ രണ്ടാമത്തെ കേസ് നോക്കാം. ആദ്യത്തെ കേസിൽ ഒബ്ജക്റ്റിനെ എവിടെയായിരുന്നു വെച്ചിരുന്നത്, ഇൻഫിനിറ്റിയിലായിരുന്നു അല്ലേ. ഇനി രണ്ടാമത്തെ കേസിൽ ഒബ്ജക്റ്റ് ഇസ് ബിയോണ്ട് സി, അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ പിന്നിലായിട്ടാണ് എന്തിനെ വെച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് റേ ഡയഗ്രാം ആണ്. ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു റേ ആയിട്ട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇവിടെ OB എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഈ റേ ഡയഗ്രാം നമുക്ക് വരയ്ക്കണമെങ്കിൽ 2 ഇൻസിഡൻറ്റ് റേസ് എങ്കിലും നമ്മൾ മിനിമം കൺസിഡർ ചെയ്യണം ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നതായിട്ട്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ ഇൻസിഡൻറ്റ് റേസ് എടുത്തിട്ടുള്ളത്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് ഒരു റേ എടുത്തിട്ടുണ്ട്. അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഒരു റേയും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 2 റേ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റ് എവിടെ ഫോം ചെയ്യുന്നു, അതേപോലെ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ മിററിലേക്ക് എത്തുന്ന ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആ സെയിം പാത്തിലൂടെ തന്നെ തിരിച്ചു പോകും. സോ ഇവിടെ നമുക്ക് 2 റിഫ്ലക്റ്റഡ് റേസ് കിട്ടി. ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്, അതാ ഈ പോയിന്റ് ആണ് അല്ലേ. സോ ഇവിടെയാണ് നമുക്ക് ഇമേജിനെ കിട്ടുന്നത്. ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്, അപ്പോൾ ഇമേജ് ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്,
അതേപോലെ റിയൽ ഇമേജ് ആയിരിക്കും, കാരണം നമുക്കതിനെ ഒരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇൻവേർട്ടഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഒബ്ജക്റ്റിനെ സീൻ്റെ ബിയോണ്ട് വെക്കുമ്പോൾ എങ്ങനത്തെ ഇമേജ് ആണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി ഇമേജിൻ്റെ പൊസിഷൻ എന്താണ്? ഒബ്ജക്റ്റിനെ സീൻ്റെ ബിയോണ്ട് വെക്കുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമുക്ക് ഇമേജിനെ കിട്ടുന്നത്. ശരിയല്ലേ? സിക്കും അതായത് സെൻറ്റർ ഓഫ് കർവേച്ചറിനും പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ കേസിൽ ഒബ്ജക്റ്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ OB ആണ് ഒബ്ജക്റ്റിനെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? സെൻറ്റർ ഓഫ് കർവേച്ചറിൽ. 2 ഇൻസിഡൻറ്റ് റേസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആണ്, അടുത്ത ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും അല്ലേ? ഇനി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഇൻസിഡൻ്റ് ആകുന്ന ഇൻസിഡൻറ്റ് റേക്ക് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരും. ഓക്കെ, സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഈ 2 റിഫ്ലക്റ്റഡ് റേസും കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ് അല്ലേ? സോ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇമേജ് സിയിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ പ്ലേസ് ചെയ്താൽ ഇമേജും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെയാണ് ഫോം ചെയ്യുന്നത്. സോ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? സിയിൽ തന്നെയാണ്. ഇനി ഇമേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇമേജ് ഇൻവേർട്ടഡ് ആണ്, അതേപോലെ റിയൽ ആണ്, നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്താണോ ആ സെയിം സൈസ് തന്നെയാണ് ഇമേജിനുമുള്ളത്. അപ്പം 3 ഫീച്ചേഴ്സ് നമുക്ക് കിട്ടി. ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്, അതേപോലെ സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നാലാമത്തെ കേസിൽ ഒബ്ജക്റ്റിനെ സിനും എഫിനും ഇടയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ OB ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. 2 ഇൻസിഡൻറ്റ് റേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേയും മറ്റൊന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേയും. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ശരിയല്ലേ? ഇനി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഇൻസിഡൻ്റ് ആകുന്ന ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കടന്നു പോകും. ശരിയാണല്ലോ? ഇനി നാലാമത്തെ കേസിൽ ഒബ്ജക്റ്റിനെ നമ്മൾ സിനും എഫിനും ഇടയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ OB ആണ് ഒബ്ജക്റ്റ്. 2 ഇൻസിഡൻറ്റ് റേസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ, മറ്റൊന്ന് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേ. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ശരിയല്ലേ? അതേപോലെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പാസ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ 2 റിഫ്ലക്റ്റഡ് റേസും തമ്മിൽ കൂട്ടിമുട്ടിയത് ഇവിടെയാണ്. സോ നമ്മളിത് കറക്റ്റായിട്ട് ഒരു ബുക്കിൽ വരച്ച് കഴിയുമ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? ബിയോണ്ട് സി ആയിട്ട് കിട്ടും. അതായത് സിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റും ഇമേജും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും കൂടി നോക്കിക്കേ. ഇമേജ് ഇവിടെ വലുതാണല്ലേ, എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഇമേജ് ഇൻവേർട്ടഡ് ആണ്. പിന്നെ എന്താണ്? റിയൽ ഇമേജ് ആണ്. കാരണം നമ്മളിവിടെ ഒരു സ്ക്രീൻ വെക്കുകയാണെങ്കിൽ ആ സ്ക്രീനിൽ നമുക്ക് ഈ ഇൻവേർട്ടഡ് ഇമേജിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. സോ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിയോണ്ട് സി. അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് ഇമേജിൽ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, അതേപോലെ ലാർജ് ഇൻ സൈസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ കേസ് നോക്കാം. ഇവിടെ ഒബ്ജക്റ്റിനെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, OB ആണ് ഒബ്ജക്റ്റ്, പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. 2 ഇൻസിഡൻറ്റ് റേസ് ഇവിടെയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ ആണ്. ഇനി രണ്ടാമത്തെ ഇൻസിഡൻറ്റ് റേയിനെ ആദ്യത്തെ കേസസിൽ എടുത്ത പോലെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നതായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിലാണ്. സോ മറ്റൊരു ഇൻസിഡൻറ്റ് റേ നമുക്ക് എടുക്കാം. അതായത്
സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും വരുന്നതായി തോന്നുന്ന ഒരു ഇൻസിഡൻറ്റ് റേ ആണ് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ രണ്ട് റേസിനും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും വരുന്നതായി തോന്നുന്ന ഇൻസിഡൻറ്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആ സെയിം പാത്തിലൂടെ തന്നെ തിരിച്ചു പോരുന്നു. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് ലൈറ്റ് റേസും അല്ലെങ്കിൽ രണ്ട് റിഫ്ലക്റ്റഡ് റേസും എവിടെയും കൂട്ടിമുട്ടുന്നില്ല, ഇവർ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകുകയാണ്. സോ ഇവിടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? ഇമേജ് വളരെ വലുതായിരിക്കും, ഇൻഫിനിറ്റിയിലാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഫോക്കസിലാണെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമേജ് റിയൽ ആയിരിക്കും, അതേപോലെ ഇൻവേർട്ടഡ് ആയിരിക്കും, മാത്രമല്ല എൻലാർജ്ഡുമായിരിക്കും. ഓക്കെ, അതായത് വലിയ സൈസിലായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനിലെ ലാസ്റ്റ് കേസാണ് നമ്മൾ നോക്കുന്നത്. ഒബ്ജക്റ്റിനെ എഫിനും പിക്കും ഇടയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോക്കസിനും പോളിൻ്റെയും ഇടയിലായിട്ടാണ് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമ്മൾ രണ്ട് ഇൻസിഡൻറ്റ് റേസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആണ്. സോ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഓക്കെ, ഇനി രണ്ടാമത്തേത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും വരുന്നതായി തോന്നുന്ന ഒരു ഇൻസിഡൻറ്റ് റേ ആണ് എടുക്കുന്നത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് ആ സെയിം പാത്തിലൂടെ തന്നെ തിരിച്ചു പോരുന്നു. ഓക്കെ, സോ ഈ കേസിൽ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഒരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളൊരു സ്ക്രീൻ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ എവിടെ വെച്ചാലും നമുക്ക് സ്ക്രീനിൽ ഇമേജ് കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് അല്ല ഇവിടെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ മുൻവശത്തായിട്ടല്ല ഇമേജ് കിട്ടുന്നത്, മറിച്ച് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ പിൻവശത്തായിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേയിനെ മിററിൻ്റെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്നും വരുന്നതായി ഫീൽ ചെയ്യുന്ന ആ ഇൻസിഡൻറ്റ് റേയിനെയും പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ അത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, സോ അവിടെയാണ് ശരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ ഒരു ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ഈ ഇമേജ് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ്. ഇത്രയും നേരം നമ്മൾ ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് പഠിച്ചത് അല്ലേ? സോ ഇവിടെ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജാണ് ഫോം ചെയ്യുന്നത്. മാത്രമല്ല ഇത് റിയൽ ഇമേജ് അല്ല. റിയൽ അല്ലാത്ത ഇമേജിനെ നമ്മൾ എന്ത് പറയും? വെർച്വൽ ഇമേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇമേജ് ഇറക്റ്റ് ആണ്, അതേപോലെ വെർച്വൽ ഇമേജ് ആണ്. അതായത് നമുക്കിതിനെ ഒരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഒബ്ജക്റ്റിനേക്കാളും വലിയ സൈസാണ് ഇമേജിനുള്ളത്. ഓക്കെ, സോ ഇവിടെ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? ബിയോണ്ട് ദ മിററാണ്. ഒബ്ജക്റ്റിനെ നമ്മൾ എഫിനും പിനും ഇടയിൽ വെക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് ബിയോണ്ട് ദ മിറർ ആയിരിക്കും. ഓക്കെ, ഫീച്ചേഴ്സ് എന്താണ്? വെർച്വൽ ആണ്, അതേപോലെ ഇറക്റ്റ് ആണ്, മാത്രമല്ല എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷനിലെ 6 കേസസും ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ നോക്കാം. ഓക്കെ, സോ കോൺവെക്സ് മിററിൽ നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ഒന്നും പഠിക്കാനില്ല. ആകെ ഒരു കണ്ടീഷൻ നോക്കിയാൽ മതി. കാരണം ഇവിടെ എപ്പോഴും ഇമേജ് എങ്ങനെയാണ്? വെർച്വലും ഇറക്റ്റും അതേപോലെ ഡിമിനിഷ്ഡും ആണ്. അതായത് വളരെ ചെറിയ സൈസിലും ആയിരിക്കും. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇമേജിനെ ബിയോണ്ട് പി അല്ലെങ്കിൽ പോളിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇവിടെ ഒ ബി ആണ് ഒബ്ജക്റ്റ്. 2 ഇൻസിഡൻറ്റ് റേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലാണ്. മറ്റേ ഇൻസിഡൻറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്നത് പോലെ തോന്നുന്ന ഇൻസിഡൻറ്റ് റേ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട്, അതായത് ഇമേജിനെ നമുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേസ് നമ്മൾ മിററിൻ്റെ ഉള്ളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം.
സോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്ന രീതിയിൽ വേണം വരയ്ക്കാനായിട്ട്. സോ ഈ റിഫ്ലക്റ്റഡ് റേയിനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ വന്ന് എൻഡ് ചെയ്യും. ഓക്കെ, അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലേക്ക് പോകുന്നത് പോലത്തെ ഇൻസിഡന്റ് റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ആ സെയിം പാത്തിലൂടെ തന്നെയാണ് പോരുന്നത്. ഓക്കെ, സോ ഈ രണ്ട് റിഫ്ലക്റ്റഡ് റേസിനെയും ബാക്കിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഒരു പോയിന്റിൽ അത് കൂട്ടിമുട്ടുന്നു. അവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. സോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അതേപോലെ ഇറക്റ്റ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല ഇത് വെർച്വൽ ആണ്, അതായത് മിററിൻ്റെ ബാക്ക് സൈഡിൽ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ദ ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് മിറർ ഇസ് ഓൾവേസ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. വാട്ട് എവർ മേ ബി ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജെക്റ്റ്, the position of image is always between the pole of the mirror and the principal focus. അതായത് ഇമേജ് എപ്പോഴും എവിടെയാണ് ഫോം ചെയ്യുന്നത്? പോളിനും അതേപോലെ പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലായിട്ടാണ് എവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാലും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇപ്പം നമ്മൾ രണ്ട് തരം ഇമേജസ് പഠിച്ചു അല്ലേ? ഒന്ന് റിയൽ ഇമേജ് ആണ്, മറ്റൊന്ന് വെർച്വൽ ഇമേജ് ആണ്. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? റിയൽ ഇമേജസിനെ നമുക്കൊരു സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും, എന്നാൽ വെർച്വൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, എന്നാൽ വെർച്വൽ ഇമേജ് എപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവർ തമ്മിലുള്ള ജനറൽ ഡിഫറൻസ്. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചതനുസരിച്ച് കോൺകേവ് മിററിൻ്റെ ഒരു കേസിലും കോൺവെക്സ് മിറർ എല്ലായ്പ്പോഴും വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ? സോ ഈ രണ്ട് മിറേഴ്സും ഫോം ചെയ്യുന്ന വെർച്വൽ ഇമേജ് സിമിലർ ആണോ? അല്ല. വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ കോൺകേവ് മിറർ ഇസ് ഓൾവേസ് എൻലാർജ്ഡ്. കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് എപ്പോഴും വലുതായിരിക്കും, എന്നാൽ കോൺവെക്സ് മിറർ ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇത്രയും നേരം നമ്മൾ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും ഇമേജ് ഫോർമേഷനാണ് പഠിച്ചത് അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മാഗ്നിഫിക്കേഷൻ എന്നാണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്റ്റ്. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഈ രണ്ട് ഹൈറ്റ്സിൻ്റെയും റേഷ്യോയാണ് എന്ത് എന്ന് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് എത്രത്തോളം വലുതാണ്, അതാണ് മാഗ്നിഫിക്കേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കൃത്യമായി ഓർത്ത് വെച്ചിരിക്കുക, മാഗ്നിഫിക്കേഷനെ നമ്മൾ സ്മോൾ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിനെ HO കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം, അതേപോലെ ഇമേജിൻ്റെ ഹൈറ്റിനെ HI കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷൻ M എന്ന് പറയുന്നത് എന്താണ്? HI/HO ആണ്. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, അതാണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇനി while calculating the magnification, the measurement taken upward from the principal axis is considered positive and the measurements downward are considered negative. അതായത് ഇത് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മുടെ ഇമേജ് കിട്ടിയത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ളത് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും, എന്നാൽ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴത്തേക്കുള്ള മെഷർമെൻറ്റ്സിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഇസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് നോ യൂണിറ്റ്. അതായത് നമ്മൾ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണല്ലേ. സോ ഈ റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? ഇനി മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 cm kept in front of concave mirror gives real image of size 6 cm. അപ്പോൾ ഇവിടെ കോൺകേവ് മിററിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 cm ആണ്. അതേപോലെ ഇമേജിൻ്റെ ഹൈറ്റ് 6 cm ആണ്. ഇമേജിൻ്റെ പ്രത്യേകത എന്താ? റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ
ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കാണ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ഇമേജിൻ്റെ ഹൈറ്റ്, ഇമേജ് ഇൻവേർട്ടഡ് ആയതുകൊണ്ടും റിയൽ ആയതുകൊണ്ടും അതിൻ്റെ ഹൈറ്റ് ഡൗൺവേർഡ് ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇമേജിൻ്റെ ഹൈറ്റിൽ എന്തുണ്ടാകും? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ശരിയല്ലേ? ഇമേജിൻ്റെ ഹൈറ്റ് എന്താണ്? -6 ആണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 3 ആണ്. 6 ഡിവൈഡഡ് ബൈ 3 2 ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ടാവും. സോ -2 ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റിലും സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്, ഇമേജിൻ്റെ ഹൈറ്റിലും സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്. പക്ഷേ റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. മനസ്സിലായല്ലോ? മാഗ്നിഫിക്കേഷന് യൂണിറ്റ് ഇല്ല, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? -2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ 18.22 ആൻഡ് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. ഈ ഒരു ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ OB ആണ് ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത്, അതായത് HO എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. അതെത്രയാണ്? 5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അത് പോസിറ്റീവാണ്, കാരണം പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കാണ്. ഓക്കെ, ഇനി ഇമേജിൻ്റെ ഹൈറ്റ് എന്താണ്? ഇമേജിൻ്റെ ഹൈറ്റ് HI ആണ്. അത് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴേക്കാണ്. സോ -10 എന്ന് എടുക്കാം അല്ലേ? -10 സെൻറ്റിമീറ്റേഴ്സ് ആണ് എന്ത്? ഇമേജിൻ്റെ ഹൈറ്റ്. അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്താണ്? മാഗ്നിഫിക്കേഷൻ M ഇസ് ഈക്വൽ ടു HI ബൈ HO, അതായത് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. സോ എന്ത് വരും? -10 സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 5 സെൻറ്റിമീറ്റേഴ്സ്. 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ടാവും. സോ -2 ആണ് മാഗ്നിഫിക്കേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഗീവ്സ് ആൻ ഇമേജ് ഓഫ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. സോ ഇവിടെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ നോർമലി കോൺകേവ് മിററിൻ്റെ കേസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെയാണ് നമുക്ക് ഇമേജിനെയും കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇമേജും നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ ഇവിടെ ആകെ തന്നിരിക്കുന്നത് ഇമേജിൻ്റെ ഹൈറ്റ് ആണ്. അതായത് HI മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് തന്നിട്ടില്ല, അതേപോലെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ്. നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ നമുക്ക് ഇമേജിനെയും കിട്ടിയിട്ടുള്ളത്. ഇമേജിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇമേജ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതേപോലെ സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസാണ് ഇവിടെ ഇമേജിനും ഉള്ളത്. ഇമേജിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ശരിയല്ലേ? കാരണം എന്താ? ഇവിടെ എവിടെയാണോ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് ഇമേജിനെയും വെച്ചിരിക്കുന്നത്. ഇമേജും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അത് ഏത് കേസാണ്? ഒബ്ജക്റ്റിനെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോഴാണ് ഇമേജും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ തന്നെ ഫോം ചെയ്യുന്നത്. ആ കേസിൽ ഇമേജിൻ്റെ സൈസ് എന്താണോ അത് തന്നെയാണ് ഒബ്ജക്റ്റിൻ്റെ സൈസ്. ഇനി നമുക്ക് സ്ഫെറിക്കൽ മിറേഴ്സിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ യൂസസ് ഓഫ് കോൺകേവ് മിറേഴ്സ്. കോൺകേവ് മിറേഴ്സ് എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഷേവിംഗ് മിററായിട്ടും മേക്കപ്പ് മിററായിട്ടും അതേപോലെ ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സായിട്ടും ഫിലിം പ്രൊജക്ടേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺകേവ് മിററാണ്. സോ ഇവിടെ ഈ കേസസിലെല്ലാം നമുക്ക് ഒബ്ജക്റ്റിനേക്കാളും കുറച്ച് വലിയ ഇമേജസ് വേണം അല്ലേ? എൻലാർജ്ഡ് ഇമേജ് വേണ്ട കേസസിലാണ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ഇമേജ് വേണ്ട കേസസിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? കോൺകേവ് മിറേഴ്സ് ഉപയോഗിക്കുന്നത്.
ഇനി കോൺകേവ് മിറേഴ്സിനെ നമ്മൾ സെർച്ച് ലൈറ്റ്സിലും ഉപയോഗിക്കും. എങ്ങനെയാണ് സെർച്ച് ലൈറ്റ്സ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കോൺകേവ് മിറർ ഓർ പാരബോളിക് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ സെർച്ച് ലൈറ്റ്സ്. The ray of light from a source of light kept at the principal focus of a concave mirror travel a long distance as parallel rays ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ. അതായത് ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. ഈ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എവിടെയാണോ ആ പ്രിൻസിപ്പൽ ഫോക്കസിൽ നമ്മൾ ഒരു ലൈറ്റ് സോഴ്സിനെ വെച്ചിട്ടുണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ബൾബാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇമേജ് നമുക്ക് എവിടെ കിട്ടും? ഇൻഫിനിറ്റിയിൽ കിട്ടും. ആ റേ ഡയഗ്രാം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എവിടെയാണ് ഇമേജിനെ കിട്ടുന്നത്? ഇൻഫിനിറ്റിയിലാണ്. അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഒരുപാട് ദൂരം ഇൻഫിനിറ്റി വരെ പാരലലായിട്ട് സഞ്ചരിക്കുന്നു. ശരിയാണല്ലോ. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഫോക്കസിൽ നമ്മളൊരു ബൾബ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സിനെ പ്ലേസ് ചെയ്താൽ. ഇതാണ് സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, so search lights are used for locating persons who meet with accidents at night or in natural disasters, as this light can illuminate distant objects very well. അതായത് രാത്രി കാലങ്ങളിൽ അപകടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ സെർച്ച് ലൈറ്റ്സ് ഉപയോഗിച്ച് ആൾക്കാരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. കാരണം കുറേ ദൂരത്തുള്ള ഒബ്ജക്ട്സിനെ വരെ നല്ല രീതിയിൽ ഇല്ലുമിനേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഈ ലൈറ്റ്സിന് പറ്റും. സോ ഈ ലൈറ്റ് എന്തുകൊണ്ടാണ് ഒരുപാട് ദൂരം വരെ സഞ്ചരിച്ച് എത്തുന്നത് എന്ന് മനസ്സിലായല്ലോ. കാരണം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? കോൺകേവ് മിററാണ്. ഓക്കെ, കോൺകേവ് മിററിൻ്റെ ഫോക്കസിലായിട്ടാണ് നമ്മൾ സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബൾബ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് വരുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഒരുപാട് ദൂരം പാരലലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെ കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, അതായത് യൂസസ് ഓഫ് കോൺവെക്സ് മിറേഴ്സ്. കോൺവെക്സ് മിറേഴ്സ് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റിഫ്ലക്റ്റേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാംപ്സ്. തെരുവ് വിളക്കുകളിൽ റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ റെയർ വ്യൂ മിറേഴ്സ് ബൈ ഡ്രൈവേഴ്സ് ഫോർ വ്യൂയിങ് വെഹിക്കിൾസ് ഫ്രം ബിഹൈൻഡ്. വാഹനങ്ങളിലെ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? കോൺവെക്സ് മിറേഴ്സ് ആണ്. ദീസ് മിറേഴ്സ് ഹാവ് എ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് പ്ലെയിൻ മിറേഴ്സ്. പ്ലെയിൻ മിററിനെ അപേക്ഷിച്ച് പുറകിലുള്ള ഒരുപാട് വസ്തുക്കളെ നമുക്ക് ഈ ഒരു മിററിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹെൻസ് ദേ ക്യാൻ ഹെൽപ്പ് ഇൻ അവോയ്ഡിങ് ആക്സിഡൻറ്റ്സ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്. ഒരു വാഹനത്തിൻ്റെ പുറകിലുള്ള ഒരുപാട് വാഹനങ്ങളെ ഈ മിററിൽ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. Big convex mirrors help in viewing vehicles coming beyond curves, thus minimizing accidents. Okay, so ഇതൊക്കെയാണ് കോൺവെക്സ് മിറേഴ്സിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് ജനറലായി കുറേ കാര്യങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ പഠിച്ചു, മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, രണ്ട് മിറേഴ്സിൻ്റെയും ഉപയോഗങ്ങളും പഠിച്ചു. ഓക്കെ, സോ എല്ലാവർക്കും ഈ ചാപ്റ്റർ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.